ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ഇന്ന് ഇടാം നാളെ ഇടാന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വിഷു വന്നു, ഓരോരോ തിരക്കുകൾ ഉത്സവങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ മൊത്തത്തിൽ ബിസിയായിരുന്നു. അതാണ് ലോങ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അല്ലെങ്കിൽ വീക്കിലി ഒരു 2-3 ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല്ല് തേപ്പ്, മുഖം കഴുകൽ കാര്യങ്ങൾ, എൻ്റെ റുട്ടീൻസൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം പോകുന്നത് നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. സ്കൂൾ അടച്ചതിന് ശേഷം കുട്ടികൾ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ രാവിലെ എണീപ്പിക്കാറില്ല. അവർക്ക് ഈ ഒരു സമയത്തല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കാനും ആവശ്യത്തിന് അത്ര ഉറങ്ങാനൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു ടൈം ഇതല്ലേ. അപ്പോൾ ആ ഒരു സമയം അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി അങ്ങനെ നിർബന്ധിക്കാറില്ല. പിന്നെ ചെറിയ ക്ലാസ്സുകളും ആണല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടു. അവരപ്പോൾ അവരുടെ സമയമാകുമ്പോൾ എണീറ്റ് വരും. ഒരു 9 മണിയൊക്കെ മാക്സിമം, അതിനപ്പുറം വിടാറില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ കുറച്ചധികം നേരം നിൽക്കും. അതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്കൊക്കെ വരുന്നത് കേട്ടോ. രാവിലെ ഇന്നിപ്പോൾ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാണുന്നത്. ചൂടൊന്നുമില്ല, കുറച്ച് വെയിലൊക്കെ താഴ്ന്ന പോലെയാണുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി ആദ്യം നോക്കുമ്പോൾ കണ്ടത് നമ്മുടെ താമര ഒരെണ്ണം വിരിയാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട സ്ഥിതിക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതിനായിട്ട് പോവാണ്. അങ്ങനെ താഴത്തെ ഗാർഡനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നേരെ മേലേക്ക് പോയിട്ടോ. വെയിലാവുന്നതിന് മുമ്പ് മുകളിലൊന്ന് പോയി ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലേ, അതൊരു വീഡിയോ ഇട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അധികം പറയത്തക്കതായിട്ടുള്ള കുറേ ഭംഗിയുള്ള ചെടികളൊന്നും ആയിട്ടില്ല. കുറച്ച് ഞാനിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെയൊക്കെ വെച്ച് അങ്ങനെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇനി ഭാവിയിൽ അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയൊക്കെ ആയി സെറ്റ് ചെയ്ത് നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളി ഒരു ബാൽക്കണി പോലെ ആക്കി എടുക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ കുറച്ച് ഐഡിയാസൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അതുപോലെ ഒന്ന് ആക്കി കൊണ്ടുവരണം. അതിലേക്കുള്ള ആ ഒരു വഴി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളെ യൂട്യൂബും ചാനലും വീഡിയോസും എഡിറ്റിങ്ങും കാര്യങ്ങളും വീട്ടിലെ ജോലികളും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലേഗായി പോണത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ മോനും എൻ്റെ കൂടെ എണീറ്റ് വരാറുണ്ട് കേട്ടോ. മോളാണ് എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവൻ ഉള്ളതുകൊണ്ട് ഞാൻ അവനോടും കൂടി ചെടിയൊക്കെ ഒന്ന് നനച്ച് സെറ്റാക്കാൻ വേണ്ടി പറയാണ്. ഇലകളടക്കം ഒന്ന് നനച്ച് കൊടുത്തില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. പറയുമ്പോൾ നമ്മളിത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഇതില്ലേ, നമ്മളിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്യില്ലേ ഗ്ലാസ് ഇട്ടിട്ട്, അപ്പോൾ അതിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല വരുന്നത്, എന്നാൽ പോലും അതിന് നല്ലോണം വാട്ടം തട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാൽക്കണിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. മൊത്തം കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് സ്ലോലി ഇങ്ങനെ പയ്യെ അത് കാണിക്കാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഒരുവിധമൊക്കെ ഒന്ന് അറേഞ്ച് ആയതിന് ശേഷം ഞാൻ ശരിക്കും കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണി ഏരിയ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അതിൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ് കേട്ടോ. ഒരുപാട് ബോട്ടിൽ ആർട്ട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തേക്ക് ചെയ്ത് കേട്ടോ. അതിവിടെ വന്നപ്പോഴല്ല, നമ്മൾ ക്വാർട്ടേഴ്സിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബോട്ടിൽസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് വെക്കാനും സ്ഥലമില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ആ ടൈമിൽ ഞാൻ എന്നിട്ടത് എടുത്ത് കളയാനും പറ്റുന്നില്ല. എന്താ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറേ കൊടുത്തയച്ചു. അങ്ങനെ ഒഴിവാക്കുക ചെയ്തിട്ട്, അതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താനേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെടി നനയ്ക്കാൻ വരുമ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. അതിലൊക്കെ നിറച്ച് പൊടി ഉണ്ടാവില്ല എന്തായാലും. ഞാൻ ഏറ്റവും ആദ്യം ബാൽക്കണിയിൽ വെക്കാനായിട്ട് വിചാരിച്ചിരുന്നത് യൂഫോർബിയ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മളിപ്പോൾ കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിലും നനച്ചില്ലെങ്കിലും ഒന്നും പറ്റില്ല ചെടിക്ക്. അതങ്ങനെ നിൽക്കും, ഇങ്ങനെ ഡ്രൈ ആയി പോലെ നിൽക്കുന്നുള്ളൂ, ചെടിയൊന്നും പറ്റില്ല. പിന്നെ നമ്മളതിനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് പഴയ പോലെ ഉഷാറിൽ വീണ്ടും വളർന്നു വരുന്നൊരു ചെടിയാണ്. അതിനങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒരു കരുണ തോന്നിയിട്ട് എന്തെങ്കിലും കുറച്ച് വെള്ളം കൊടുത്താൽ മതി എന്നുള്ള പോലത്തെ ഒരു ചെടി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് നട്ടു കൊടുത്തിരുന്നു ഞാൻ. അതിൻ്റെയൊക്കെയാണ് ഞാൻ താഴെ ഇറക്കി വെച്ചിട്ട് നേരത്തെ നനയ്ക്കുന്നത് നിങ്ങൾ കണ്ടോ കേട്ടോ. പിന്നെ അതിന് ശേഷം താഴെ ഇരുന്ന കുറേ ചെടികൾ അവിടെ താഴെ സ്ഥലമുണ്ടായപ്പോൾ മേലേക്ക് കയറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ മേളിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതിനൊന്നും ആ ഒരു ഇത് പറ്റില്ല, നനച്ചില്ലെങ്കിൽ അതപ്പോൾ പോകുന്ന ടൈപ്പാണ്. പിന്നെ കുറച്ച് ബോഗൺവില്ലയൊക്കെ വാങ്ങിയിരുന്നു. അത് വിൻകാ റോസിൻ്റെ കട്ടിങ്സ് അതൊക്കെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ താഴെ ഇറക്കി വെച്ചിട്ട് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി കൊണ്ട് വരുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. ഇപ്പോഴത്തെ ചൂട് കൊണ്ട് എല്ലാം കരിഞ്ഞ പോലെ നിൽക്കുന്നത് കേട്ടോ. ഇത് മെയ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം നനച്ചു കൊടുക്കണം. ഈ പറഞ്ഞ പോലെ അതാണ്, മഴ തുടങ്ങുന്ന വരെ നല്ല റിസ്ക്കാണ് നമുക്കിതൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷെൽഫിലേക്ക് മാറ്റാനുണ്ട് നമ്മുടെ മണി പ്ലാന്റ്സിന്ന്. ആദ്യം ഞാൻ ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇതിങ്ങനെ നമ്മൾ വീട് പണിയൊക്കെ കഴിയുന്ന ഒരു ടൈമിൽ ബാക്കിയുള്ള നമ്മുടെ ഈ കബോർഡൊക്കെ ചെയ്തിട്ടുള്ള ആ മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ വേസ്റ്റ് പീസുകൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെടികൾ വെച്ച് അത് കാണാൻ നല്ല ഭംഗിയല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. നമ്മളവിടെ ഒരു സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്, പഴയ സോഫ റിനോവേറ്റ് ചെയ്തിട്ട് അത് ബാൽക്കണിയിൽ ഇട്ടിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം
അങ്ങനെ അപ്പോൾ അവിടെ ഇനി സ്പേസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് താഴെ വെക്കുമ്പോൾ കുറച്ച് വെയിൽ അതിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട്. അതിന് വാട്ടം തട്ടണം. അപ്പോൾ അത് മണി പ്ലാന്റിന് അങ്ങനെ പറ്റില്ലല്ലോ ഡയറക്റ്റ് ലൈറ്റ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ഇവിടെ തന്നെ കയറ്റി വെക്കാമെന്ന്. അങ്ങനെ അതെല്ലാം ഷെൽഫിലേക്ക് കയറ്റി വെക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഷെൽഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ സോഫയിൽ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊഴിച്ചൊന്ന് അതും കഴുകാൻ കേട്ടോ. ഇവിടെ തുടച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ റോഡ് ടാറിടാത്ത റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പം ഒരു വണ്ടി പോയാൽ തന്നെ നിറച്ച് പൊടി പാറും. ആ പൊടി മൊത്തം നമ്മുടെ ബാൽക്കണിയിലാണ് വന്ന് അടിഞ്ഞുകൂടുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിലും പൊടി ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്ന് കഴുകി വിടുകയാണ് ഏറ്റവും നല്ലത്. തുടച്ചിട്ടൊരു കാര്യമില്ല. കഴുകുമ്പോൾ കുറച്ച് ഒന്ന് വൃത്തിയായിട്ട് അങ്ങനെ കഴുകി ഇങ്ങോട്ട് പോകുമല്ലോ. തറയിലൊക്കെ നല്ലപോലെ പൊടിയുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഗ്രാസ് മാറ്റ് ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അത് എപ്പോൾ പ്രാബല്യത്തിലാവുമെന്ന് എനിക്കറിയില്ല. മുകളിലെ പണിയൊക്കെ അങ്ങനെ ഏകദേശം തീർന്ന് താഴത്തേക്ക് വന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ മുടിയിലൊന്ന് ഓയിലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഓയിലിംഗ് മുടങ്ങിയിട്ട് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, ഭയങ്കര ഡ്രൈ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മയണൈസ് പോലെയാണ് ഇരിക്കുക. ഇതിനകത്ത് ഞാനൊരു എഗ്ഗ് ചേർക്കും കേട്ടോ. എഗ്ഗ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ക്രീം പോലെ ഇരിക്കും. ഇത് നമ്മൾ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു 5-10 മിനിറ്റ്. എന്നിട്ട് അങ്ങനെ മുടി കെട്ടി വെച്ചിട്ടൊരു 20 മിനിറ്റെങ്കിലും മാക്സിമം മുടിയിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്ത് കളയുക. ഞാനിപ്പോൾ എനിക്ക് സൈനസിൻ്റെ അലർജി കാര്യങ്ങൾ എനിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 20 മിനിറ്റ് മാത്രം വെക്കണത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചധികം നേരം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. 1 മണിക്കൂറൊക്കെ വെക്കാം. ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യണത് മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. നല്ല ബലവും നല്ല കട്ടിയും വരും മുടിക്ക്. പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് കവറിൽ നിന്ന് മാറ്റി കുപ്പിയിലേക്ക് ഇട്ട് വെക്കേണ്ടത് ഇതൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് കശുമാങ്ങ അപ്പുറത്തുനിന്ന് നമ്മുടെ നെയ്ബർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു റെസിപ്പി അവർ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് കശുമാങ്ങ കൊണ്ട് അങ്ങനെ ഒരു സംഭവം കഴിക്കുന്നത്. ഇതിനൊരു കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് തൊണ്ടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഈ കശുമാങ്ങയ്ക്ക് അങ്ങനെയാണല്ലോ. അതിൻ്റെ ആ ജ്യൂസ് നമ്മളിങ്ങനെ ഇറക്കുന്ന സമയത്ത് നമുക്ക് ചുമ വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ തോന്നിയില്ല കേട്ടോ അവരുണ്ടാക്കി തന്നപ്പോൾ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ലല്ലേ. കുറേ ആൾക്കാർക്ക് അതിന് ഇഷ്ടമുണ്ടായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇത് ഈ ചുമ വരുന്നതുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു ഒരു സമയത്തൊന്നും. അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ ആ റെസിപ്പി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്ത് നോക്കണമെന്നാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് അത് കിട്ടിയ സമയത്ത് നല്ല ഫ്രഷായിട്ട് മരുന്ന് കൈകൊണ്ട് പറിച്ചെടുത്ത സംഭവമാണ്, താഴെ വീണതൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് അരിഞ്ഞതൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നകക്കാൻ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് അതിന്. ഇതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ആ എരിവും പുളിയും മധുരമൊക്കെ ചേർന്നുകൊണ്ട് ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ കൂടി തിന്നുന്നത് മാങ്ങ, ചാമ്പയ്ക്കൊക്കെയാണ്. പക്ഷേ ഇവിടെ പേരയ്ക്കയും പൈനാപ്പിളും എല്ലാ സംഭവവും ഇതുപോലെ ഉപ്പും മുളകും വിനാഗിരിയും ഇതൊക്കെ കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എല്ലാ സാധനത്തിലും കഴിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറന്നു വരാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.